ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ ഏറ്റവും വലിയ നിയമം ഏതെന്നറിയാമോ? അതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്ന നിയമം. കൂടാതെ ഇന്ത്യൻ ഭരണഘടനയുടെ നാഴികക്കല്ല് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമവും ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. നമുക്ക് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935ന്റെ സവിശേഷതകളെ കുറിച്ച് നോക്കാം. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ടോട്ടലായി 321 ഭാഗങ്ങളും 10 പട്ടികകളുമാണ് ഉള്ളത്. കൂടാതെ ഇത് കേന്ദ്ര തലത്തിലും പ്രവിശ്യ തലത്തിലുമായിട്ട് അധികാരം വിഭജിക്കപ്പെട്ട ആദ്യത്തെ നിയമം ഏതെന്ന് ചോദിച്ചാലും അത് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. കേന്ദ്ര തലത്തിൽ ദ്വിമണ്ഡല മന്ത്രിസഭ രൂപീകരിക്കാൻ കാരണമായ നിയമം ഏതെന്ന് ചോദിച്ചാൽ അതും ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. കൂടാതെ 6 പ്രവിശ്യകളിലായിട്ട് ദ്വിമണ്ഡല സഭ രൂപീകരിക്കുവാനും ഈ നിയമം കാരണമാവുകയാണ് ചെയ്തത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ദുർബല വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും ആദ്യമായി സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ള മണ്ഡലങ്ങൾ നിശ്ചയിക്കപ്പെട്ടത് ഏത് ആക്ടിന്റെ പിൻബലത്തിലാണെന്ന് ചോദിക്കാം. അത് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് ദുർബല വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സാമുവൽ ഹോർ. അതുപോലെ തന്നെ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നപ്പോഴുള്ള വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അത് ലിങ്ലിങ്തോ പ്രഭുവും, എന്നാൽ പാസാക്കിയപ്പോഴുള്ള വൈസ്രോയി ചോദിച്ചാൽ അതാണ് വെല്ലിംഗ്ടൺ പ്രഭുവും. ഇന്ത്യൻ ഭരണഘടനയുടെ തന്നെ ഒരു ഏടായിട്ട് പറയപ്പെടുന്ന ഒരു പ്രത്യേക നിയമം കൂടിയാണ് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇതുപോലുള്ള ഡെയിലി PSC വീഡിയോസിനായി ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ.